അടുത്തിപ്പോ നമ്മൾക്ക് ഭയങ്കരമായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞത്. ഇപ്പൊ മാർച്ച് 10 ആകുമ്പോഴത്തേന് അതിന്റെ അനൗൺസ്മെന്റ് എല്ലാ കാര്യങ്ങളും വരാൻ പോകണം. അതിലോട്ട് നമുക്ക് പ്രതീക്ഷിക്കാമോ? എന്നെ വിളിച്ചിട്ടില്ല സാറേ. എനിക്ക് പോകാൻ പറ്റില്ല. കാരണം ഞാൻ PhD ഉണ്ട്. ഡോക്ടറേറ്റിനും ക്യാപ്പ് എടുക്കാൻ പറ്റില്ല. ഞാൻ മദർ വീട്ടിൽ ഒറ്റയ്ക്കാണ്. എന്നെ വിളിച്ചാൽ എനിക്ക് പോകാൻ പറ്റില്ല. ഞാൻ ഇയാളുടെ പേര് റെക്കമെൻഡ് ചെയ്യും. ഇയാൾക്ക് പോകാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ്. പ്രതീക്ഷിക്കുന്ന ആരെങ്കിലും അതിലുണ്ടാവുന്ന അങ്ങനെ എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടാവുക? നമ്മള് മീഡിയയിൽ കണ്ട് എടുക്കുന്ന ആങ്കേഴ്സ്മാരുണ്ടാവും. പാർവതിയൊക്കെ ഉണ്ടാവും എന്ന് പറയുന്നു. നിങ്ങൾക്ക് ആരെങ്കിലും വരണമെന്ന് ആഗ്രഹം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതീക്ഷയുണ്ട്? ചെയ്ത്താൻ വരണമെന്ന് ആഗ്രഹമുണ്ട്. ചെയ്ത്താനും മോഹൻലാലോട് എങ്ങനെ സംസാരിക്കുന്നു കാണാൻ. ചെയ്ത്താൻ വന്നിട്ട് ചെയ്ത്താൻ മോഹൻലാൽ എങ്ങനെ പിന്നെ മസ്താനി വന്നോന്ന് ആഗ്രഹിക്കുന്നുണ്ട്. മസ്താനി വെറൈറ്റി മീഡിയയിലെ ആങ്കർ. അല്ല, അതൊരു മീറ്റിംഗ് ആയി ചെയ്ത്താനും മോഹൻലാലും. അതുകൊണ്ട് ചെയ്താൽ വരാൻ സാധ്യത കുറവായിരിക്കും. സീക്രട്ട് റേഞ്ച് ചിലപ്പോൾ വരും. ലിസ്റ്റിലൊക്കെ ഉണ്ട് സീക്രട്ട് റേഞ്ച്. പിന്നെ ഇപ്പോ നിങ്ങൾക്ക് അറിയപ്പെടുന്ന പേര്, പിന്നെ നേരത്തെ ഫസ്റ്റ് തന്നെ പറഞ്ഞല്ലോ സന്തോഷ് വർക്കി അല്ലെങ്കിൽ അലിൻ ജോസ്, അതിനേക്കാളും എല്ലാരും നോട്ട് ചെയ്യുന്ന പേരാണ് ഈ ആറാട്ടണ്ണൻ, പ്രസംഗൻ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ആ ഒരു നിക് നെയിം നിങ്ങൾക്ക് അത്ര ഇഷ്ടം? ആറാട്ടന്റെ പേര് എനിക്ക് ഇട്ടതാണ്. പ്രസംഗയുടെ പുള്ളിയെ ഉണ്ടാക്കിയതാണ്. ഉണ്ടാക്കിയല്ല, അത് ഫിലിമീഡിയസ് ഇട്ടതാണ്. ഞാൻ തന്നെ ഇട്ടു. ഞാൻ എല്ലാം മീഡിയയിൽ പറഞ്ഞു. പ്രസവാണെന്നൊക്കെ പ്രസവിക്കാനായിട്ട് എനിക്ക് ഭാര്യയില്ല, കുട്ടികളില്ല. ആടല്ലേ ആണെങ്കിൽ പ്രസവിച്ച എത്രയൊക്കെ ഉണ്ട്. എന്തായാലും താല്പര്യം ഉണ്ട് പല വിദേശത്ത്. അപ്പൊ ഈ രണ്ട് പേരല്ല നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പേരാണോ? അത് എന്തെങ്കിലും മാറ്റിയാൽ കൊള്ളാന്ന് തോന്നിയിട്ടുണ്ടോ ഈ പേര്? ഞാൻ വിചാരിച്ചിട്ടൊന്നും കാര്യമില്ല, പേര് തിരിച്ചു വീണ്ടും സന്തോഷ് വർക്കിന്റെ ആൾക്കാരെ അറിയാം. എനിക്ക് ആറാട്ടനെ വിളിക്കുന്ന കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഞാൻ വണ്ടി ഓടിച്ച് പോകുമ്പോൾ ആൾക്കാർ ആറാട്ടനോ എന്ന് പറഞ്ഞ് വിളിക്കുന്ന കാണാം. എവിടെ ചെന്നാലും കേൾക്കാം. ഇപ്പൊ ലൂലുമാളിൽ പോയാൽ സെൽഫി എടുക്കാൻ വരിക. എനിക്കൊന്നും കുഴപ്പമില്ല. തോന്നിട്ടില്ല. രണ്ടുപേരും പുള്ളിയുടെ പേര് ആദ്യം പെരേര ഇടാൻ വേണ്ടിയിരുന്നത്. അത് ആൾക്കാർ നോട്ട് ചെയ്യും. അപ്പൊ പുള്ളി അലൻ ജോസ് പെരേര അങ്ങനെ പറയണോ? പെരേരാണ് ഈ സിനിമയിലെല്ലാം പറഞ്ഞിട്ടുള്ളത്. ഈ അതാ കുറച്ച് സ്ട്രൈക്ക് ചെയ്യുന്ന പേരാ. അലൻ പറഞ്ഞാൽ അത് നോട്ട് ചെയ്യില്ല. ഇപ്പൊ മീഡിയക്കാരാണ് ചില സമയത്ത് പല പേര് വിളിക്കാറുണ്ട്. ജോസ് പെരേര, അലിൻ ജോസ് പെരേര അങ്ങനെ. ഞാൻ പുള്ളി സമ്മതിച്ചു കൊടുക്കണം. പുള്ളി സ്വന്തമായി പ്ലാൻ ചെയ്തെല്ലാം നേടിയല്ലോ. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്താലും അപ്പൊ തന്നെ ട്രോള് വരുന്നുണ്ട്. അത് പ്ലാൻ ചെയ്യാനാണ്. ഓരോ വേർഡ് പറയുന്ന എല്ലാം പ്ലാൻഡ് ആണ്. ഷോർട്ട് ഫിലിം ചെയ്യുമ്പോഴാണ് ട്രോളാണ്. ഈ ട്രോള് ഇഷ്ടംപോലെ നിങ്ങളുടെ പേര് ഇപ്പൊ ഒരു വീഡിയോ നിങ്ങളുടെ ഇറങ്ങുമ്പോൾ തന്നെ ട്രോളായിരിക്കല്ലോ. അപ്പൊ അങ്ങനെ ട്രോളുകൾ വരുമ്പോ അത് ആസ്വദിക്കാറാണോ അതോ എന്തെങ്കിലും വേണ്ടായിരുന്നു? ട്രോള് ഞാൻ എൻജോയ് ചെയ്യാറുണ്ട്. എന്റെ ട്രോള് കൂടെ എൻജോയ് ചെയ്യാറുണ്ട്. പക്ഷെ ഇപ്പൊ ട്രോള് വന്നുകൊണ്ടാണ് പെൺകുട്ടികളെ ട്രോൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. അത് വെച്ച് നമ്മളെ കളിയാക്കുക. പല പെൺകുട്ടിയും നമ്മളെ കാണുമ്പോൾ അപ്പത്തന്നെ ചിരിയാണ് അവർക്ക്. പണപ്പോഴും ചിരിക്കണമല്ല, അവർക്ക് കാണുമ്പോൾ ചിരി വരികയാണ്. അതിന് ട്രോള് കാരണമാവോ? എനിക്കല്ലെങ്കിൽ ട്രോളായിട്ട് പ്രശ്നമൊന്നുമില്ല. ട്രോള് പലപ്പോഴും ഡിഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കേണ്ടി വരും. തമാശ എടുത്താൽ ക്രിയേറ്റീവ് വർക്കാണ്. തമാശ എടുത്താൽ ഭ്രാന്തന്മാരായിട്ടൊക്കെ ചിത്രീകരിക്കണമെന്നുണ്ട് ട്രോളിന്. അത് വിചാരിച്ചതിന് കാര്യമൊന്നുമില്ല. നമ്മള് മറ്റേ ലൈം ലൈറ്റ് കാണിക്കുന്ന പോലെ അല്ല. അത് റിയൽ ലൈഫിൽ നമ്മൾ ചിരിക്കാറില്ല. അല്ല, സെൽഫി എടുക്കാനും ഫോട്ടോഗ്രാഫ് എടുക്കാനൊക്കെ ആൾക്ക് വരാറുണ്ട്. ആൺകുട്ടികൾക്ക് വരാറുണ്ട്. പണ്ട് ആളുകൾ ചിരിക്കാറില്ലെന്ന് ഞാൻ പറഞ്ഞത് പെൺകുട്ടികൾക്ക്. പക്ഷെ ഇപ്പൊ കാണുമ്പോൾ ചിരിക്കാറുണ്ട്. പക്ഷെ ആ ഒരു ലൈം ലൈറ്റ് വരുമ്പോ മാത്രമാണ് വേറൊരു അലിൻ ജോസിനെ കാണാൻ പറ്റുന്നത്. എല്ലായിടത്തും ഒരേപോലെയാണ്. ഞാൻ പക്ഷെ പ്രത്യേകിച്ച് വേറിട്ടൊരു ചിന്താഗതി. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കാൻ കാരണം? ഇപ്പൊ മമ്മൂക്കയാണെങ്കിലും ഷൂട്ടിംഗ് ലൊക്കേഷനിൽ കാണുമ്പോൾ ചിരിക്കും. പിന്നെ പൊതുസമൂഹത്തിൽ വെച്ച ആൾക്കാരെ കാണുമ്പോൾ അത്ര ചിരിക്കാറുണ്ട്. അതുപോലെയാണ് മമ്മൂക്ക പോലെയാണ്. മമ്മൂക്ക പോലെ